നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന് ഇതെന്തുപറ്റി? ഇപ്പോഴിതാ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ കത്തിക്കുത്ത്. വട്ടിയൂർക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനുള്ളിലാണ് കത്തിക്കുത്ത് നടന്നിരിക്കുന്നത്. നെട്ടയത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസ്സിൽ വെച്ച് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കുത്തിവീഴ്ത്തുകയായിരുന്നു. മലമുകളിൽ വെച്ചാണ് സംഭവം. കുത്തേറ്റ വിദ്യാർത്ഥിയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കുത്തിയ വിദ്യാർത്ഥി വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിൽ. കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷമാണ് കത്തിക്കുത്തുണ്ടായത്. സ്കൂൾ ബസ്സിൽ ഇരുവരും കയറി ഇരിപ്പുറപ്പിച്ചു. പിന്നീട് ബസ് പുറപ്പെട്ടപ്പോൾ +1കാരൻ കത്തിയുമായി 9ാം ക്ലാസ്സുകാരൻ്റെ നേർക്ക് ചീറിയെടുത്തു. നേരത്തെ ഇവർ തമ്മിൽ സ്കൂളിൽ വെച്ച് ഒരു തർക്കമുണ്ടായിരുന്നു. ആ വൈരാഗ്യമാണ് ആക്രമണത്തിന്റെ കാരണം. ലാബ് ആവശ്യത്തിനായി കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചാണ് ബസ്സിനുള്ളിൽ വെച്ച് ഇത്ര ക്രൂരമായ ആക്രമണം നടത്തിയത്. വീടുകളിലേക്ക് കുട്ടികളെ വിടാൻ പോയ ബസ്സിൽ ആയയും ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് മുന്നിൽ വെച്ചാണ് ഈ ക്രൂരമായ ആക്രമണം +1കാരൻ നടത്തിയത്. പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ പൂജപ്പുര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരിക്ക് കുട്ടിയുടെ ജീവന് ഭീഷണിയാകില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. എങ്കിലും അപകടകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ എന്നൊരിക്കൽ കൂടി ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും തർക്കം തീർക്കുന്നത് കത്തിയിലൂടെ. കേരളത്തിന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് കൊടും ക്രൂരതയുടെയും പീഡനത്തിന്റെയും വാർത്തകൾ. ചോറ്റാനിക്കരയിലെ ഒരു വീട്ടിൽ ഗുരുതരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ പെൺകുട്ടി. അവൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണിപ്പോൾ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ. പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ വിരുദ്ധമായ മൊഴികളാണ് അയാൾ പോലീസിന് നൽകുന്നത്. ചോറ്റാനിക്കരയിൽ നടന്നത് സമാനതകളില്ലാത്ത ആക്രമണം. താൻ മർദ്ദിച്ചതിൽ മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് എന്ന മൊഴിയാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ക്രിമിനലും ലഹരി ഉപയോഗിക്കുന്നവരുമാണ് ഈ ആൺസുഹൃത്ത്. ക്രൂരമായ മർദ്ദനമാണ് പെൺകുട്ടി ഏറ്റിരിക്കുന്നത്. പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തം വാർത്ത നിലയിൽ, ശരീരമാസകലം മർദ്ദനത്തിന്റെ പാടുകൾ, കഴുത്തിൽ കയർ കുരുക്കിയ നിലയിൽ. ആക്രമണമേറ്റത് തലേ ദിവസം. പിറ്റേന്ന് ഉറുപ്പരിക്കുന്ന നിലയിലാണ് ഗുരുതരാവസ്ഥയിലെ പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ വീട്ടിൽ ഒരു ബന്ധു കണ്ടെത്തിയത്. കസ്റ്റഡിയിലുള്ള ആൺസുഹൃത്ത് പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നുവെന്ന് അമ്മ പോലീസിന് മൊഴി നൽകി. പലപ്പോഴും പെൺകുട്ടിയുടെ മുഖത്തും മറ്റും പരിക്കുകൾ കാണാറുണ്ട്. എന്നാൽ വീണതാണ് എന്നും മറ്റും പറഞ്ഞുകൊണ്ട് പെൺകുട്ടി അമ്മയുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഒരിക്കൽ ആ യുവാവിനെ താൻ നേരിൽ കണ്ടുവെന്നും ഇഷ്ടമാണെങ്കിൽ മകളെ വിവാഹം ചെയ്തു തരാമെന്നും ആ അമ്മ അയാളോട് പറഞ്ഞു. 3-4 വർഷം വേണമെന്നാണ് അന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞത്. അമ്മയും മകളും ഒറ്റയ്ക്കാണ് താമസം വീട്ടിൽ. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബം. നേരത്തെ ഒരു കുടുംബം ഈ കുട്ടിയെ ദത്തുപുത്രിയായി സ്വീകരിക്കുകയായിരുന്നു. 4 വർഷം മുൻപ് പിതാവ് മരിച്ചു. പിന്നീട് മാതാവ് ഒറ്റയ്ക്കായി. 3 വർഷം മുൻപ് ഇതേ പെൺകുട്ടിയെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ കൊടിയ പീഡനത്തിനിരയാക്കിയിരുന്നു. അവർക്കെതിരെ പോക്സോ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നു. പിന്നീട് ഒരു ആൺസുഹൃത്തിനെ ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു. അയാൾ പതിവായി പെൺകുട്ടിയുടെ വീട്ടിലെത്തി. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പെൺകുട്ടിയെ മർദ്ദിക്കുക പതിവായിരുന്നു. ശനിയാഴ്ച രാത്രി ആൺസുഹൃത്ത് മറ്റൊരാൾക്കൊപ്പം ബൈക്കിൽ പെൺകുട്ടിയുടെ വീടിന് സമീപം വന്നിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് അയാൾ മടങ്ങി. കൈകളിലെ മുറിവിൽ ഉറുമ്പരിക്കുന്ന നിലയിൽ അർത്ഥനഗ്നയായാണ് പെൺകുട്ടിയെ ബന്ധു കണ്ടെത്തിയത്. പോലീസാണ് പിന്നീട് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തൃപ്പൂണിത്ത സർക്കാർ ആശുപത്രിയിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ച പെൺകുട്ടിയെ പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശ്ശൂരിൽ പ്രണയത്തിൽ നിന്നും പിന്മാറിയെന്നാരോപിച്ച് യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്ത് ഒരു 23കാരൻ. തൃശ്ശൂർ കണ്ണാർ സ്വദേശി അർജുൻ ലാലാണ് ഇന്ന് മരിച്ചത്. ഇന്നലെ രാത്രി യുവതിയുടെ വീട്ടിലെത്തിയ യുവാവ് സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഇന്നലെ രാത്രി 11 മണിക്കാണ് യുവതിയുടെ കുട്ടനെല്ലൂരിലെ വീട്ടിൽ അർജുൻ എത്തിയത്. തുടർന്ന് ജനൽ ചില്ലകൾ കല്ലെറിഞ്ഞ് തകർത്തു. അതിനുശേഷം വീടിന്റെ വരാന്തയിൽ കയറി യുവാവ് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. യുവതിയുമായി 1 വർഷത്തിലേറെയായി യുവാവിന് അടുപ്പമില്ലായിരുന്നു. കേരളത്തിന് മുഴുപ്രാന്തോ എന്ന് ചോദിക്കുന്നതിനിടയിലാണ് നിരവധി വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുന്നത്. ഇത് ഒറ്റപ്പെട്ട ചില വാർത്തകളല്ല. നെന്മാറയിലെ ചെന്താമര അക്ഷരാർത്ഥത്തിൽ ആ നാടിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയെ കോടതി റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 12 വരെയാണ് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. യാതൊരുവിധ മനസ്താവവുമില്ലാത്ത ഒരു കുറ്റവാളിയെന്ന് കോടതി പോലും ഇയാളെ വിശേഷിപ്പിച്ചു. റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം എടുത്തു പറയുന്നു. ഇയാൾക്ക് ചെയ്ത കുറ്റത്തിൽ യാതൊരുവിധ മനസ്താപവുമില്ല.
കൊലപാതകം കൃത്യമായി നടപ്പാക്കിയതിൽ വളരെ സന്തോഷത്തിലാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. അരുംകൊലയ്ക്ക് കാരണം എൻ്റെ പൂർവ്വ വൈരാഗ്യമാണ് എന്ന് ഇയാൾ പോലീസിനോട് പറയുന്നു. പ്രതി പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിനാകെ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഇനി 3 പേരെ കൂടി താൻ വകവരുത്തുമെന്നാണ് പ്രതി പോലീസിനോട് പച്ചയ്ക്ക് പറയുന്നത്. തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം, ഒരു 100 വർഷം ജയിലിലടച്ചോളൂ എന്ന് മജിസ്ട്രേറ്റിനോട് ചെന്താമര. മകളുടെയും മകൻ്റെയും മുന്നിൽ ഇനി തല കാണിക്കാൻ പറ്റില്ല. മകൾ എഞ്ചിനീയറാണെന്നും മരുമകൻ ക്രൈംബ്രാഞ്ചിലാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. അതിവിദഗ്ധനായ കൊലയാളിയാണ് ചെന്താമരയെന്ന് പോലീസ്. ഇയാൾ നാട്ടിൽ ഏറെ അപകടകാരിയാണ്. നിരവധി ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിൽ. കേരളത്തിന് എന്തു സംഭവിച്ചു എന്ന് നമ്മൾ ചോദിച്ചു പോകും. ഒരു വശത്ത് ലഹരിക്കടിമപ്പെട്ട സൈക്കോ ക്രിമിനലുകൾ മനുഷ്യരെ നിർദ്ദയം കൊന്നു തള്ളുന്നു. ഇന്ന് ഒരു ദിവസം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി കൊലപാതക വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അതിലപ്പുറം കൊടിയ പീഡനത്തിന്റെ വാർത്തകളും. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചവരുടെ മറ്റൊരു വാർത്തയും നമ്മെ ഭയപ്പെടുത്തുന്നു. കേരളത്തിന് ഭ്രാന്ത് പിടിച്ചോടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പേ പിടിച്ചവരെ ഈ ഭരണകൂടം കൃത്യമായി നിയമത്തിന് മുന്നിൽ ഹാജരാക്കുക മാത്രമാണ് ഏക പോംവഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.